ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എന്നോട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ നഴ്സുമാർ എങ്ങനെയാണ്, ജോബ് എങ്ങനെയാണ്, അവർക്ക് എങ്ങനെയാണ് ഇവിടെ ജോബ് കിട്ടുക, പിന്നെ അവരുടെ സാലറി എങ്ങനെയാണ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എങ്ങനെയാണ്, പിന്നെ വേറെ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടോ, ഫാമിലി ആയിട്ട് വരാൻ പറ്റുമോ, സിംഗിളായിട്ട് വരുന്നതാണോ നല്ലത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം, എനിക്ക് എങ്ങനെയാണ് ഇവിടെ ജോബ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് എനിക്കിവിടെ ജോബ് കിട്ടിയത്. MOHൻ്റെ എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഓരോ പ്രാവശ്യമായിട്ട് ഇവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് ഡൽഹി, കൊച്ചി ആൻഡ് ചെന്നൈ, ഈ 3 സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് അവർ കണ്ടക്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഏജൻസിക്കാരെ വഴിയാണ് നമുക്ക് അത് ഒരു അഡ്വർടൈസ്മെൻറ്റ് കിട്ടുന്നത്. അത് വെച്ചിട്ട് നമ്മൾ അവിടെ കോണ്ടാക്ട് ചെയ്യുക. അവിടെ പോകുമ്പോൾ നമുക്കൊരു എക്സാം ഉണ്ട്, പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് പാസ്സായോ ഇല്ലയോ എന്ന് അവർ തന്നെ നമ്മൾ അപ്പോൾ തന്നെ അറിയിക്കും. ഒരു എക്സ്പെൻസും ഇല്ല. നമുക്ക് ആകെപ്പാടുള്ള എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏജൻസിക്കാരാണ് നമുക്ക് ഡേറ്റ ഫ്ലോ ചെയ്യുന്നതും നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ അയക്കുന്നതും. ഇവർ നമുക്ക് അയക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് അവരാണ് നമുക്ക് അയക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ നമുക്ക് ഇടുന്ന ഒരു ഫീസ് ഉണ്ട്, അത് മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സാലറിയുടെ കാര്യമാണ്. സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് സാലറി 4,405. അതാണ് ഇവിടുത്തെ ബേസിക് സാലറി. 1 ഇയർ എക്സ്പീരിയൻസ് ആണെങ്കിൽ ബേസിക് സാലറിയാണ് കിട്ടുക. 1.8 ആണെങ്കിലും 1.5 ആണെങ്കിലും ബേസിക് സാലറി കിട്ടുള്ളൂ. 4,405 ആണ്. പിന്നെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് സാലറി കൂടും. ഇതാണ് സാലറിനെ പറ്റി പറയാൻ. അടുത്ത് പറയാനുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. അഫ്കോഴ്സ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്. മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ നഴ്സുമാർക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ട് വരാമോ, എങ്ങനെയാണ് ഇവിടെ വരേണ്ടത്. അഫ്കോഴ്സ് നമുക്ക് ഓരോ ടിക്കറ്റാണ് ഇവർ അയച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് വരാൻ പറ്റില്ല. ഇവിടെ വന്നിട്ട് നമ്മൾ ഇക്കാമ എടുക്കണം. അങ്ങനെ കുറേ പ്രൊസീജിയർ കഴിയുമ്പോൾ നമ്മൾ ഇവിടുത്തെ ID കാർഡ് അങ്ങനെയൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനെയോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയോ നമുക്ക് ആരെ വേണമെങ്കിലും ഇവിടെ കൊണ്ടുവരാം. വിസിറ്റിംഗ് വിസയിൽ ഇവിടെ കൊണ്ടുവന്ന് നമുക്കിപ്പോൾ ഔട്ട്സൈഡാണ് താമസിക്കുന്നതെങ്കിൽ ഇവർ തരുന്ന ഈ ഹോസ്റ്റലല്ലാണ്ട് നമ്മൾ ഔട്ട്സൈഡാണ് താമസിക്കുന്നതെങ്കിൽ അതിൻ്റെ ചിലവെല്ലാം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. ഹസ്ബൻഡിന് ഇവിടെ വേറെ ജോലിയുണ്ട്. ഇവിടെ നമ്മളുമായിട്ട് നമുക്ക് വെളിയിൽ അവരുടെ കൂടെ തന്നെ താമസിക്കണം എന്ന് വെച്ചാൽ നമുക്ക് താമസിക്കാം. ഇവർ അലവൻസ് തരും, ഓൺലി 500 റിയാൽ. അത് വെച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുമായിട്ട് വരാം. ബൈ.